ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ബന്ധുക്കളില്ല എന്ന് ഇവിടെ ഒരുപാട് പേര് പറയുന്നു. പറഞ്ഞ ഒരാളൊരു ഗുണ്ടയെ പോലൊരാള്. ഈ അമ്മ തന്നെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, മോനെ അച്ഛന്റെ പേര് ഇല്ലാതാക്കരുത്. നമ്മൾ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങള് ജയന്റെ മകനാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് മനസ്സിൽ വെച്ച് അച്ഛനെ പ്രാർത്ഥിച്ചങ്ങ് ഇരുന്നാ മതിയായിരുന്നുള്ളൂ. എന്തിനു ഫ്രണ്ടിൽ വരണം? ജയന് ഭാര്യയുണ്ട്, മകനുണ്ട്, മകളുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരുത്തന്നെ ഇവിടെ ജീവിച്ചിരിക്കുമ്പം എന്നെ വെല്ലുവിളിക്കുന്നു. 113 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, റിമി ടോമിയുടെ ആ പ്രോഗ്രാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഉമാ നായർ എന്ന് പറഞ്ഞൊരു ലേഡി, ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്, സിനിമയിൽ വേഷം ചെയ്തിട്ടുണ്ട്. ആ പെങ്കൊച്ച അവിടെ ഗസ്റ്റായിട്ട് വരുന്ന ആ പ്രോഗ്രാമിൽ അവരുടെ കൂടെ വരുന്ന മറ്റൊരു പെങ്കൊച്ചുണ്ട്, പേര് എനിക്കറിയത്തില്ല, ശരി വണ്ണ കൊണ്ടൊരു ഒരു പെങ്കൊച്ചാണ്. ഇവർ ആ ഗസ്റ്റായിട്ട് വന്ന സമയത്ത് റിമി ടോമിയുടെ ആ കൂടെ വന്ന ഉമാ നായരുടെ കൂടെ വന്ന പെങ്കൊച്ച് പറയുന്നു, ഈ നിൽക്കുന്ന ഉമാ നായരുടെ ഒരു വലിയ കാര്യം ഇവിടെ പറയാനുണ്ട്. അപ്പൊ റിമി ടോമിക്ക് അതെന്താണ്? അത് ഈ മരിച്ചുപോയ സിനിമാ നടൻ ജയൻ ഈ ഉമാ നായരുടെ വകയിലെ ഒരു സ്വന്തം എന്ന് പറഞ്ഞാൽ വകയിലെ ഒരു വല്യച്ഛനാണെന്ന് ആ കൊച്ചവിടെ ഇന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ബന്ധം അറിഞ്ഞുകൂടാത്ത, ഇവിടാണ് എൻ്റെ വരവിൻ്റെ ഒരു റിയാലിറ്റി നടക്കുന്നത്. ഈ ബന്ധം, ഇങ്ങനൊരു ബന്ധു ഉണ്ട്, നമ്മുടെ അച്ഛനുണ്ട് എന്നുള്ള കാര്യം ആദ്യത്തിൻ്റെ പെങ്ങൾക്കോ അറിയില്ല. അവർ രണ്ടുപേരും കൂടി ചേർന്ന് സോഷ്യൽ മീഡിയ വഴി ഉമാ നായരെ അതിഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു, ഭയങ്കര വഴക്കായി. അപ്പോൾ ഉമാ നായർക്ക് മാനസികമായിട്ട് വിഷമം വരുന്നു. അവർ അതിൻ്റെ തെളിവുകൾ, ഫോട്ടോ ഒക്കെ കൊണ്ടുവരുന്നു. അവരുടെ അമ്മയും ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ ഇരിക്കുന്ന ഫോട്ടോസ് കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടാമതൊരു വീഡിയോ ആദ്യത്തിൻ്റെ വരുന്നു. ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ബന്ധുക്കളില്ല എന്ന് ഇവിടെ ഒരുപാട് പേര് പറയുന്നു. പറഞ്ഞ ഒരാളൊരു ഗുണ്ടയെ പോലൊരാള്, അത് അവരുടെ കസിനാണ്. ഞാൻ കണ്ണൻ നേരത്തെ വെച്ച് മനസ്സിലാക്കി. അയാൾ പറയുന്നു, ജയന് ഭാര്യയുണ്ട്, മകനുണ്ട്, മകളുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ വന്നതൊക്കെ ഞങ്ങളങ്ങ് ക്ഷമിക്കുക, ആരും വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇനി മുതൽ ആരെങ്കിലും ജയന്റെ മകനാണ്, ഭാര്യയാണ്, മകളാണെന്നും പറഞ്ഞ് വന്നാൽ ഞങ്ങൾ നിയമപരമായി കേസെടുക്കും. അന്ന് തുടങ്ങിയ വാക്കാണിത്. ഇപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങൾ നിയമപരമായി കേസെടുക്കും, കേസിന് പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞേ, ഞാനൊരുത്തന്നെ ഇവിടെ ജീവിച്ചിരിക്കുമ്പം എന്നെ വെല്ലുവിളിക്കുന്നോ എങ്കിൽ എനിക്കതൊന്ന് കാണണമെന്ന് മനസ്സിനൊരു ആഗ്രഹം തോന്നുകയും ഞാൻ തന്നെ ഉടൻ തന്നെ ഒരു വീഡിയോ ഇട്ട്, ഞാനാണ് സിനിമാ നടൻ ജയന്റെ മകൻ, എൻ്റെ പേര് മുരളി എന്നായിരുന്നു, ഇപ്പം ഞാൻ മുരളി ജയൻ എന്നറിയപ്പെടുന്നു. KPSCയിൽ ഞാൻ ഇന്ന നാടകം കളിച്ചപ്പോൾ KPSC എനിക്ക് ചാർത്തി തന്ന പേരാണ്, അച്ഛൻ്റെ പേരും ചേർത്ത് മുരളി ജയൻ. ശരി, അപ്പം അമ്മ കൂടെ നിന്നില്ലേ ഈ ഒരു കാര്യത്തിന്? അമ്മയ്ക്ക് ഇതൊന്നും ഒരു വിഷയമില്ല. അമ്മ ഇതൊന്നും, ഈ അമ്മ തന്നെയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, മോനെ അച്ഛന്റെ പേര് ഇല്ലാതാക്കരുത്. നമ്മൾ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എവിടെ ഇപ്പൊ പറഞ്ഞു? അമ്മ പറഞ്ഞു അമ്മ താല്പര്യമില്ല, അമ്മയ്ക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ബേബി മോന്റെ സിനിമാ ഭാവി ഓർത്ത് എന്നെ കൊണ്ട് അമ്മയിഞ്ഞ് പോരുന്നു. പക്ഷെ ഞാൻ അമ്മയുടെ ഒരു പകർപ്പെടുക്കാൻ പോയപ്പോൾ പലതരത്തിലും ഇതൊരു വാർത്തയായി ഇങ്ങനെ വന്നു. ശരി, ആ സമയത്ത് അതൊരു ചെറിയ വാർത്തയായി, നല്ല വലിയ വാർത്തയാണ്. ആയിക്കോട്ടെ, ആ ഒരു സമയത്ത്, അതായത് 2001 ആ ഒരു കാലഘട്ടത്തിൽ അതൊരു വാർത്തയായി അതങ്ങ് പോയി കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഇപ്പോ 24 വർഷം കഴിഞ്ഞു. 24 വർഷത്തിന് ശേഷം വീണ്ടും അത് പൊക്കിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവിടെയും തെറ്റി, മോക്കും തെറ്റി, അല്ലെങ്കിൽ പൊതുജനക്കെല്ലാം. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ പൊക്കിക്കൊണ്ട് വന്നോട്ടെ, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനു മുന്നിൽ വരണം? നിങ്ങൾക്കറിയാം നിങ്ങള് ജയന്റെ മകനാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് മനസ്സിൽ വെച്ച് അച്ഛനെ പ്രാർത്ഥിച്ചങ്ങ് ഇരുന്നാ മതിയായിരുന്നുള്ളൂ. എന്തിനു ഫ്രണ്ടിൽ വരണം? ഇപ്പൊ പിന്നെ ഈ ഇരുന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ വന്നതല്ലേ? പറയാ, അവിടെയും കാര്യങ്ങളുണ്ട്. ഈ 2014 അവരുടെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര യുദ്ധമായി. ജയൻ കലാ സാംസ്കാരിക വേദി ഈ സംഭവം ഏറ്റെടുത്തു. ജയന് മകനില്ല. അന്ന് പ്രായം ചെന്ന് മരിക്കാറായ കുറെ ആളുകൾക്ക് മദ്യം മേടിച്ചു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിച്ചു, ഞങ്ങൾ ജയന്റെ കൂട്ടുകാരാണ്, ജയന് മകനില്ല, ജയൻ കല്യാണം കഴിച്ചില്ല. ആ കളവന്മാരെല്ലാം എനിക്കറിയാവുന്ന ആൾക്കാരാ. ഞാൻ ഉടനെ എൻ്റെ മൊബൈലും കൊണ്ട് അവരുടെ വീട്ടിനകത്ത് കയറി ചെല്ലും. സത്യം പറ, നിങ്ങൾ ഇത് ആരെ കൊണ്ട് പറയിപ്പിച്ച? അത് ആറ്റിങ്ങിലാണ് ചെയ്യും, ഞങ്ങൾക്ക് മദ്യം മേടിച്ചെന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാണ് എൻ്റെ പേര് കേസെടുക്കാൻ. ഞാൻ കേസെടുക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ വീഡിയോ കണ്ട് അവരറിയുന്നില്ല ഇത് വീഡിയോ ആക്കുന്നു. ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുന്നു, അയ്യോ ഇത് വീഡിയോ, അയ്യോ ക്ഷമിക്കണേ, ഞങ്ങൾക്ക് അറിയത്തില്ല, പ്രിയമുള്ളവരെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തിരിച്ച് വീഡിയോ ഇട്ട് എനിക്കും മറുപടി കൊടുക്കണമല്ലോ. എന്നെക്കുറിച്ച് അപവാദം പറയാൻ കൊടുക്കണ്ടേ? എൻ്റെ ഉത്തരവാദിത്തമില്ലേ? ഞാൻ എന്ത് വന്നല്ലോ, ഞാൻ അതെല്ലാം കൊടുത്ത് ആ യുദ്ധം അവിടെ തീർന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇൻ്റർവ്യൂസ് വരും. അല്ല, അവിടെ തീർന്നപ്പോഴാണ് മഴവിൽ കേരള എന്ന് പറഞ്ഞൊരു വ്യക്തി, ഈ ചാനലിലാരെ ഞാൻ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യം. അന്നേരം അമ്മ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് വന്നേണ്ട ഒരു 4 മണിക്കൊണ്ട് വന്ന് കൊറോണ ബ്ലോക്ക്ഡ് സമയത്ത് കാര്യം ചോദിച്ചു. രാത്രി 12 മണി വരെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരെല്ലാം പറഞ്ഞ് ഷൂട്ട് ചെയ്തെടുത്തിട്ട് അവരത് പബ്ലിസിറ്റി ചെയ്ത്. അവിടെ നിന്നാണ് രണ്ടാമത്തെ ഒരു
ഇതിങ്ങനെ സംഭവമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് അതൊന്നും തവിഞ്ഞു. ഞാൻ എൻ്റെ കൂലിപ്പണി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നടന്നു പോകുന്നു. ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഒരു സീരിയലിനോ മറ്റു കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. എന്നാൽ ചില അച്ഛൻ്റെ ആരാധകർ, മണികണ്ഠൻ ചേട്ടൻ, കുറേ ആൾക്കാർ, അശോകൻ ചേട്ടൻ, അവർ സുരേഷ് ബാബു, അങ്ങനെ കുറേ ആൾക്കാർ എന്നെ കാണാൻ വരും. ഇവരെല്ലാം എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. അവർ വരുമ്പോൾ അവരെ മുരളി, ഇതൊരു സംവിധാന നമ്പറാണ്, മുരളി ഒന്ന് വിളി. ഞാൻ ചേട്ടാ വേണ്ട, അല്ല അങ്ങനെ വിളിക്കുമ്പോൾ ഇവരെന്നെ കൊണ്ട് നിർബന്ധിച്ച് വിളിപ്പിക്കാറുണ്ട്. ഞാൻ ചില സമയത്തൊക്കെ ഒന്ന് വിളിക്കാറുണ്ട്. അത് ഞാൻ അങ്ങനെ ഇവരെ ബോധിപ്പിക്കുക, സത്യം പറയുന്നതാണ്. ഞാൻ അതങ്ങ് കാണുക. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു, ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളെല്ലാം സുഖമായിട്ട് കഴിഞ്ഞു പോണു. ആദിത്യനായത്തിൻ്റെ പോകുന്നു, ലക്ഷ്മി പോകുന്നു, നമ്മളൊന്നിനും പോയിട്ടില്ല. ഒരു സിനിമാക്കാരൻ്റെ മുമ്പിൽ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. അത് ദ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് എന്നെ വിളിച്ചു. ഞാനൊരു വേഷം ചെയ്യാനായിട്ട് പോയി. അത് കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും, യൂട്യൂബ്, എനിക്ക് സ്വന്തമായിട്ട് മുരളി ചെയ്യുന്നുണ്ട്, ഇവിടെയൊന്നും ഈ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ ആ GM മനു എന്ന് പറഞ്ഞ ഡയറക്ടറാണ്, കോഴിക്കോട് അദ്ദേഹമാണ് എടുത്തത്. റോബിൻ അമ്പാട്ട് എന്ന് പറഞ്ഞ നിർമ്മാതാവ്. അതിൽ അഭിനയിച്ചത് ഷൈൻ ടോം ചാക്കോ നായകൻ. വേറെ ഒരുപാട് പ്രശസ്തരായ നടന്മാരൊക്കെ ഉണ്ട്. എനിക്കതിനകത്തൊരു ബസ് കണ്ടക്ടറായിട്ടാണ് ജോലി സീൻ കിട്ടിയത്. ഈ പടത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളോ മറ്റു സീനുകളോ ഒന്നും, ഈ ഇവരുമായിട്ടൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഒന്നും എൻ്റെ ഫേസ്ബുക്കിലോ എങ്ങും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നതാണ്. താല്പര്യം വേണ്ട എനിക്ക്. ആ സിനിമ കഴിഞ്ഞു പോയിട്ട് രഘുറാം എന്ന് പറഞ്ഞൊരു സിനിമയുടെ സംവിധാനം എന്നെ വിളിക്കുന്നു. അതിനകത്ത് എന്നിട്ട് എനിക്കൊരു ചെറിയ വേഷം കൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ പറഞ്ഞു, ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ആ വേഷം പോയി ചെയ്തു.